എൻ്റെ അടുത്ത് പറഞ്ഞത് സംസാരിക്കണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞ് നേരിട്ട് കണ്ടിട്ട് സംസാരിച്ചാൽ മതി. അപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞ് നീ റെഡിയായി നിൽക്ക്, നമുക്ക് സംസാരിച്ചിട്ട് നമുക്കങ്ങ് വീട്ടിൽ പോകാം. എന്താ രാമേന്ദ്ര പ്രശ്നം? ഏട്ടാ അതിൻ്റെ ഇടയ്ക്ക് സംസാരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്തോ നീ വീഡിയോയിൽ പറഞ്ഞു വെച്ചേക്കുന്നതെന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ച്. എന്നിട്ട് ഞാൻ പക്ഷെ അതിനൊന്നും മറുപടി കൊടുത്തില്ല. എന്താ സംഭവം പറ കേക്കട്ടെ. ഏട്ടാ ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ടേട്ടാ ഏത് സമയം കഥ തുറന്ന് കയറി വരും. അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത്. സെൽഫ് കൺട്രോൾ. ഏട്ടൻ എന്താ പറയാനായിട്ട് അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടൻ കേക്കത്തില്ല. എനിക്ക് കേൾക്കാൻ പോലും ഏട്ടൻ ഷോപ്പിലല്ലേ പിന്നെന്താ ചെയ്യാൻ? അങ്ങനൊന്നുമല്ല. എത്രയോ ബിസിനസ് ചെയ്യുന്ന ആൾക്കാര് എല്ലാരും ബിസി തന്നെയാണ്. ചുമ്മാ ആവശ്യമില്ല, ഓവർ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. വിഷമിക്കാതിരിക്കും. ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാ മതി. ഇത് മസിൽ നോക്കിക്കൊണ്ടിരിക്കുക. ശരിക്കും വേണ്ടത് തമാശയല്ല. എന്റെ മുഖമായിട്ട് തമാശയായിട്ട് തോന്നുന്ന. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരു ആന കുത്താൻ വരികയാണെന്ന് കരുതി നീ അങ്ങോട്ട് നേരിടും. എനിക്ക് എന്തായാലും വീഡിയോ പോസ്റ്റ് ചെയ്യണം. എന്തായാലും പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്താ പോസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഉള്ള കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നിന്റെ പൊന്നോ ഒടുക്കത്ത അഭിനയം. നീ ചുമ്മാ ആവശ്യമില്ല കാര്യം സംസാരിക്കില്ല കേട്ടോ. പിന്നെ എന്തോ കൈ വെക്കുന്ന കൈവൊക്കെ ഞാൻ തോണ്ടിയതില്ല. ഇങ്ങനെ എനിക്ക് തോന്നാൻ പാടില്ല. മര്യാദക്ക് ഇല്ലെങ്കിൽ ഞാൻ മഹാ ചീത്ത. അതെനിക്കറിയാടോ താ ചീത്തയാണെന്ന്. പക്ഷെ ഇത്രയും ചീത്തയാണെന്ന് എനിക്ക് ഇപ്പോഴാണോ മനസ്സിലായത്? ഏട്ടന്റെ കൈവിരലുകൾ പോലും അഭിനയിക്കുന്നു. ലാലേട്ടന് ശേഷം ഇനി ആരെന്നുള്ള ചോദ്യത്തിന് അങ്ങനെ ഒരു ഉത്തരം കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. പിന്നെ ജീവിതത്തിൽ കാണിക്കുന്ന എല്ലാരും പറയും. ജീവിതത്തിൽ എന്തോ കാണിച്ചെന്തോ പറയുന്നു. ഭയങ്കര മനസ്സ് സങ്കടത്തിലിരിക്കാ സന്തോഷ്. ഭയങ്കര മനസ്സിൽ എല്ലാരും അങ്ങ് ഭയങ്കര കമന്റ്. ലക്കിയസ്റ്റ് ഗേൾ ഓഫ് ദ വേൾഡ്. എന്നാ നീ പോയി ഇതോടെ മേടിക്കും. ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഒന്ന് കൊടുക്കേട്ട രണ്ടെണ്ണം കൂടെ. അവളുടെ ഒരു കൊണോത്തിലെ പ്രാങ്ക്. ഇവളൊക്കെ തീറ്റി പോറ്റാൻ വേണ്ടി മനുഷ്യരിങ്ങനെ രാപ്പകരില്ലാണ്ട് അധ്വാനിച്ച് നടക്കുമ്പോഴാണ് ഓരോ ടൈപ്പ് പ്രാങ്ക് കൊണ്ട് വന്നേക്കുന്നത്. നിങ്ങൾ എന്തരീ കാണിക്കണേ? ജിമ്മിലൊക്കെ പോയി കൊറേ വെയിറ്റ്. അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ? പിന്നല്ലാതെ ആവശ്യമില്ലാതെ തന്നെ ഉപദ്രവിച്ചാലുണ്ടല്ലേ. കടിച്ചെന്താ ഇത്രയൊക്കെ കാണിച്ചിട്ട് എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? ഇവിടെ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ഈ പ്രാങ്കോളുകൾക്കൊക്കെ വംശനാശം സംഭവിച്ചു എന്ന് കരുതിയതാ. ഇതിപ്പോ വന്ന് ഫാമിലി വ്ളോഗേഴ്സിന് സ്ഥിരം പരിപാടിയായിട്ട് ചാനൽ ഒന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ ഓരോ വളിച്ച പ്രാങ്ക് കൊണ്ട് ഇറങ്ങിക്കോളും. അയ്യോ, ഇങ്ങനെ പെമ്മക്കൾ ഉണ്ടാവനെ പുണ്യം ചെയ്യണം. ഞാൻ പോകുന്നു. ബൈ ബൈ.